നമസ്കാരം. സെൽഫ് മിററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പവിഴം. ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്, ലൈഫ് കോച്ചാണ്, പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ലൈഫിൽ എന്തുകൊണ്ടാണ് ഒരു ഗ്രോത്ത് വരാത്തത്, നമുക്ക് സാമ്പത്തിക ഉയർച്ച വരാത്തത്, അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുന്നില്ല. കുറേ സങ്കടങ്ങളുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ നിരാശയുണ്ട്. എന്തിനൊക്കെ ശ്രമിച്ചാലും അവസാന നിമിഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് ലൈഫ് എന്നുള്ളത്. നമ്മൾ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല അല്ലെ, എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്. ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ഒട്ടും ഗ്രോത്ത് ഇല്ലാതെയാകുന്നത്. ഈ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആരോടും യാചിക്കരുത്. ഒന്നിനു വേണ്ടിയിട്ട് യാചിക്കുക എന്ന് പറയുന്നത്, നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പോയി യാചിക്കുന്നത് നമ്മൾ സെൽഫായിട്ട് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ഒരു സോളുണ്ട്, ഒരു ജീവനുണ്ട് അല്ലേ, നമ്മളെ നിലനിർത്തുന്ന, നമ്മളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സോൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ സോളാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഈ സോളിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ യാചിക്കുന്നത്. മറ്റൊരാളോട് നമ്മളെ സ്നേഹിക്കണം, അവരുടെ സമയം നമുക്ക് വേണ്ടി തരണം, നമ്മളെ പരിഗണിക്കണം. നമുക്ക് അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യാതെ വരുമ്പോൾ, അവർ നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോൾ, നമ്മളിലേക്ക് അടുക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന. ഈ വേദന കാരണം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പുറകെ പോയിട്ട് അവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട്, അവരുടെ സ്നേഹം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരോട് യാചിക്കും, നമ്മൾ കരഞ്ഞപേക്ഷിക്കും. അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. ഈ ചെയ്യുന്നത് മുഴുവനും അവരെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അതും സഹതാപം തോന്നിയിട്ട് വരണം. നമ്മളിങ്ങനെ കരഞ്ഞും യാചിച്ചും ഒക്കെ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഇല്ലാണ്ടായി പോകും. കാരണം നമ്മുടെ സോളിൻ്റെ ആ ഒരു പ്രഭാവം, അതിൻ്റെ ആ ഒരു കഴിവില്ല, അത് പതുക്കെ പതുക്കെ മങ്ങി പോവുകയാണ്. അത് പ്രഭാവമില്ലാതെ ആകുകയാണ്. അത് ഇരുട്ടിലേക്ക് പതുക്കെ പതുക്കെ, എനിക്ക് കഴിവൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കഴിവില്ലാത്തതാണ്, ഞാൻ മറ്റൊരാളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് യാചിച്ച് ജീവിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു പഠനം നമ്മൾ അതിന് കൊടുക്കണം. അത് ആ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ സോൾ പതുക്കെ ഡൗൺ ആയിപ്പോകും. മനസ്സിലായി? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ യാചന എന്ന സ്വഭാവം നമ്മൾ നിർത്തുക. അത് എത്ര വലിയ, ആ വ്യക്തി നമ്മളിൽ നിന്ന് അകലുന്നത് നമുക്ക് എത്ര വലിയ വേദന ഉണ്ടാക്കി തന്നാലും അവരുടെ പുറകെ നടന്ന് യാചിക്കുന്ന സ്വഭാവത്തിനെ നമ്മൾ നിർത്തിയിട്ട്, നമുക്ക് നമ്മളുണ്ടല്ലോ എന്ന വിശ്വാസത്തിനെ വളർത്തിയെടുക്കുക. എനിക്ക് ഞാനുണ്ടല്ലോ, എന്നെ കാണാൻ ഞാനുണ്ടല്ലോ, എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ വാരി തിന്നണം അല്ലെ, ഞാൻ തന്നെ കഴിക്കണം. എനിക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ, എൻ്റെ സൗന്ദര്യം സംരക്ഷിക്കണമെങ്കിൽ, എൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ, ഇതൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഞാൻ തന്നെ ചെയ്യണം അല്ലേ. അപ്പം ഞാൻ ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം, ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ വേണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അറിവ്, തിരിച്ചറിവ് നമ്മളെ പഠിപ്പിക്കുക. ആ ഒരു വ്യക്തിയിൽ നിന്നല്ല നമുക്ക് സന്തോഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ല നമുക്ക് സന്തോഷം തരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അവരോട് യാചിക്കരുത്. എപ്പോഴാണോ യാചന നിർത്തിയിട്ട് നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നത്, ആ സമയത്ത് നമ്മളുടെ പ്രഭാവം അതിശക്തമാവുകയാണ്. നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമ്മളുടെ ഔട്ട്ലൈൻ ഒരു ഓറയായിട്ട്, അതിശക്തമായിട്ടുള്ള ഒരു ഓറയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് മാറി നിൽക്കുന്ന, നമ്മളിൽ നിന്ന് നമ്മളെ പരിഗണിക്കാതിരുന്ന ആളുകൾ അതിശക്തമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. നമ്മൾ എപ്പോഴാണോ റിജക്റ്റ് ചെയ്തത്, അതായത് അവരില്ലെങ്കിൽ വേണ്ട, ഞാൻ ഹാപ്പി ആകാം, എനിക്ക് സാധിക്കും, എനിക്ക് ഞാൻ ഉണ്ടായാൽ മതി എന്ന വിശ്വാസം, എനിക്ക് ഞാനുള്ളതിൽ ഞാൻ സന്തോഷമാണ് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, ആ വിശ്വാസം നിങ്ങൾ എപ്പോഴാണോ സ്വീകരിക്കുന്നത്, തനിച്ചിരിക്കുമ്പോഴും കൂടെ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അത് നിങ്ങൾ ശീലിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ നിന്ന് അകന്നുപോയവർ, മാറി നിന്നവർ, പുച്ഛിച്ചവർ, പരിഹസിച്ചവരൊക്കെ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ പുറകെ വരുന്നത് കാണാം.
മനസ്സിലായി? അതിന് സമയമെടുക്കും. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാചനാ സ്വഭാവം, നിങ്ങൾ ശീലിച്ച യാചനാ സ്വഭാവം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ പുറകെ വരുന്നത് നിങ്ങൾക്ക് കാണാം. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ശേഷം നിങ്ങളെ സ്നേഹിക്കുക. അവർ പോയതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് നിങ്ങളതിന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിങ്ങൾക്ക് വിജയം സംഭവിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ആരോടും തർക്കിക്കരുത്. അവർ പറയുന്നത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തർക്കിക്കരുത്. പകരം ഒരു പുഞ്ചിരിയോടുകൂടി മാറി നിൽക്കുക. നിങ്ങൾ പറയുക, യഥാർത്ഥ സത്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒന്ന് പറഞ്ഞ ശേഷം അവരതിനെ ബാർഗെയിൻ ചെയ്യാണ്, അവരത് തർക്കിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിനെ ഒരു വലിയ തർക്ക സബ്ജക്റ്റായിട്ട് മാറ്റാതെ നിശബ്ദത പാലിക്കുക. കാരണം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഒരു എനർജിയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ അയാളെ തോൽപ്പിക്കാനുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഈ എനർജി പുറത്തേക്ക് പോകുന്നതോറും നിങ്ങൾ ഡൗൺ ആയി പോവുകയുള്ളൂ. മനസ്സിലായി? മാത്രമല്ല ഒരു മത്സര ബുദ്ധി ആ വ്യക്തിയുമായിട്ട് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ യഥാർത്ഥ സത്യം പുറത്തു വരും. നിങ്ങൾ പറഞ്ഞതാണോ ശരി, അവർ പറഞ്ഞതാണോ ശരി എന്നുള്ള സത്യം തീർച്ചയായിട്ടും പുറത്തു വരും. എനർജി കൊണ്ട് സംസാരിക്കുക. എപ്പോഴും നമ്മളുടെ വാ തുറന്ന് ഒരുപാട് ബഹളം വെച്ച് ഒരുപാട് വാക്കുകൾ പറഞ്ഞ് തർക്കിക്കുന്നതിനേക്കാൾ കൂടുതൽ നിശബ്ദത എന്നത് എനർജിയുടെ ഭാഷയാണ്. എനർജിയുടെ ഭാഷ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, വില പേശരുത്. വില പേശുന്നവരിലേക്ക് സമ്പത്ത് വരില്ല. സമ്പത്ത് വരാനായിട്ട് മടിക്കും എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങുന്ന സമയത്ത്, അയ്യോ അതിനത്ര വിലയാണോ, ഇത് ഇത്ര വിലയ്ക്ക് തരൂ, ഇതിന് 100 രൂപയാണോ, ഇതൊരു 50 രൂപയ്ക്കുള്ളതേ ഉള്ളൂ, ഇതൊരു 50 രൂപയ്ക്ക് തരൂ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വില പേശുന്ന സമയത്ത് നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങാനായിട്ട് പാകമുള്ള വ്യക്തിയല്ല എന്ന് ആ വ്യക്തിനെ, നമ്മുടെ മുന്നിൽ നമ്മൾ വാങ്ങാൻ പോയ കച്ചവടക്കാരനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എനിക്ക് 100 രൂപയ്ക്ക് അത് വാങ്ങാൻ പറ്റില്ല എന്ന്, നമ്മളൊരു ദരിദ്രനാണെന്നും നമ്മൾ ഒരു മീനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു തർക്കിക്കുമ്പോൾ അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? നമുക്കത് വാങ്ങാനുള്ള പണമില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള സോൾ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഒരു ദരിദ്രനായിട്ട് കണക്കാക്കുന്നു. ദരിദ്രനായതുകൊണ്ടാണല്ലോ ആ പണം തരില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനത്രയും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നത്. അപ്പോൾ സ്വയം ദരിദ്രനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ദരിദ്രന്റെ ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ, അസുഖമുള്ള ഒരു മനുഷ്യന്, എനിക്ക് അസുഖമുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് അസുഖമാണ്, അയാൾക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അസുഖം ഇല്ല, എനിക്കത് ചെയ്യാമെന്നൊരു ധൈര്യം അയാൾക്കുണ്ടെങ്കിൽ അയാളത് എണീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളുടെ ബ്രെയിൻ നാളെ നമുക്ക് നടപ്പിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളോട് വില പേശരുത്. നിങ്ങൾക്ക് അതിന് മൂല്യം തോന്നില്ലെങ്കിൽ, ഇപ്പോൾ 50 രൂപയുടെ മാത്രം മൂല്യമുള്ള ഒരു സാധനം ഒരാൾ 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇത് 50 ഉള്ളൂ. അയാൾ അമിതമായിട്ട് മാർക്കറ്റ് വാല്യൂ ഇല്ലാതെയാണ് അയാൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ വാങ്ങണ്ട. ആ സാധനം നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് അവിടുന്ന് പോരുക. അത് നിങ്ങളിലേക്ക് വരും. 100% നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്ത് നിങ്ങൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന മൂല്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൽപ്പിച്ചിട്ടുള്ള ആ ഒരു വിലയിൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നോളും എന്നുള്ളതാണ്. ആ സമയത്ത് അതിനെ തർക്കിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ അത് ആ വില കൊടുത്ത് തന്നെ വാങ്ങുക. അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. അയാളോട് വില പേശാനായിട്ട് പോകരുത്. വില പേശുമ്പോൾ അവിടെ ഇടിയുന്നത് നിങ്ങളുടെ മൂല്യമാണ്. നിങ്ങൾ ദരിദ്രനാണെന്ന് ആ വ്യക്തിനെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളുടെ ബ്രെയിൻ ഒരു CCTV പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് സദാസമയം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് ബ്രെയിൻ അത് വാച്ച് ചെയ്യുന്നത്? ആ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും കൂടെ പഠിച്ചിട്ട് അത് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത എക്സ്പീരിയൻസ് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ റെക്കോർഡായിട്ട് എടുക്കുകയാണ്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ബ്രെയിൻ മുന്നോട്ട് ഉപയോഗിക്കും. അപ്പൊ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇത്തരം ദരിദ്രമായിട്ടുള്ള കാര്യമാകുന്നത് കൊണ്ട് വില പേശാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔദാര്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തു തരട്ടെ, അല്ലെങ്കിൽ അവർ അതെനിക്ക് വെറുതെ തന്നിരുന്നെങ്കിൽ, ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, അവിടെ ഒരു ഓഫർ ഉണ്ട് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കുക. അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ എടുത്തോളാം, അവരത് അവസാനം ഉപേക്ഷിക്കും, അപ്പം ഞാൻ എടുത്തോളാം, അതിൻ്റെ മൂല്യം ഇടിയും, അപ്പം ഞാനത് എടുത്തോളാം. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന
കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഔദാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഔദാര്യം ചോദിക്കരുത്. എനിക്കത് വെറുതെ തരുമോ, അതെനിക്ക് തന്നേക്കാവോ, അങ്ങനെ ചോദിക്കരുത്. കൃത്യമായ മൂല്യം അതിന് തിരിച്ചു കൊടുക്കാനായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് അത് ചോദിക്കുക. അതിന് കൃത്യമായ പ്രതിഫലം കൊടുത്ത് വാങ്ങാനായിട്ട് ശീലിക്കുക. ഔദാര്യം, നിങ്ങൾക്ക് സമ്മാനങ്ങൾ ചിലപ്പോൾ പലതും കിട്ടും. ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരും. സമ്മാനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അത് ഈശ്വരൻ തരുന്നതായിട്ട്, പ്രകൃതി, യൂണിവേഴ്സ് നമുക്ക് തരുന്നതായിട്ട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അതിന് നന്ദി പറയുക. പക്ഷേ സമ്മാനങ്ങളെയും സ്വീകരിക്കുക. പക്ഷെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് സൗജന്യമായിട്ട് നമ്മളിലേക്ക് വരണമെന്ന് വിചാരിക്കരുത്. സർപ്രൈസ് ആയിട്ടൊരു സമ്മാനമൊക്കെ ആഗ്രഹിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ നമുക്ക് സമ്മാനമൊക്കെ തരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. സമ്മാനങ്ങളൊക്കെ ആഗ്രഹിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് യാചിക്കരുത്. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ദരിദ്രനായ, കഴിവില്ലാത്ത സ്വഭാവത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട്, ഒരുപാട് മോശം ക്വാളിറ്റീസും ഉണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അസുഖവും ഉണ്ട്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങളെന്ന് ആരോഗ്യമുണ്ട്, അസുഖമുണ്ട്, സമ്പത്തുണ്ട്, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്യുന്ന ഏതായിരിക്കണം? ആരോഗ്യം ചൂസ് ചെയ്യണം, സമ്പത്ത് ചൂസ് ചെയ്യണം. ആ രീതിയിലുള്ള സ്വഭാവത്തിനെ പുറത്തേക്ക് എടുക്കുക. പലപ്പോഴും നമ്മൾ ഈ ഓപ്പോസിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. സമ്പത്തിനേക്കാൾ കൂടുതൽ നമുക്ക് സമ്പത്ത് വന്ന് നമ്മൾ വലിയ ആളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ദാരിദ്ര്യം കാരണം നമ്മൾ കഷ്ടപ്പെടുന്ന, നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് പോസിറ്റീവായ കാര്യങ്ങളായിരിക്കണം. അപ്പം നമ്മൾ ഇനി തൊട്ട് ഔദാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കരുത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഔദാര്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഇല്ലേ, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ പതുക്കെ 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 ഇന്ന് നിങ്ങളിത് പാലിച്ചു, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പാലിച്ചു, മറ്റന്നാൾ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അങ്ങനെയല്ല. മറ്റന്നാൾ ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചേക്കാം. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങൾ നെഗറ്റീവിനെ എത്രമാത്രം റിമൂവ് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ വലിയ അത്ഭുതം സംഭവിച്ചേക്കാം. അതല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാം, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. നിങ്ങളുടെ ലൈഫ് പതുക്കെ പതുക്കെ സ്മൂത്തായിട്ട് വരുന്ന കാണാം. നിലവിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും. പുതിയ പുതിയ ഹാപ്പിനെസ് വരാൻ തുടങ്ങും. ജീവിതം പതുക്കെ മാറി. ഇതൊന്ന് പരിശീലിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. സെൽഫ് മിററിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, മൈൻഡ് ഹീലിംഗ്, നെഗറ്റിവിറ്റി റിമൂവിങ്, റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യത്തിനും സെൽഫ് മിററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്കൊപ്പം താഴെ സെൽഫ് മിററിൻ്റെ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് മിററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, കൂടെ നിന്ന് പരിശീലിപ്പിക്കാനായിട്ട് നിങ്ങൾക്കൊരു ട്രെയിനറെ കിട്ടുന്നതായിരിക്കും. ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളോടൊപ്പം സദാസമയവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനറെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു.